എല്ലാവർക്കും neethakitchen സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് കടച്ചക്കയും ചെമ്മീനും കൂടി വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ്. ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടി വറുത്തെടുക്കണം. വറുക്കാൻ വേണ്ടി ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇടാം. പിന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിന്. അത് ഞാനൊരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. നല്ല ജീരകമല്ല കേട്ടോ, പെരുംജീരകം. അതൊരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കണം എന്നുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കാട്ടോ. ഇത് വെള്ളം കൂട്ടി അരയ്ക്കുന്ന കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കണം എന്നില്ല. പിന്നെ ഇത് നല്ല ഗോൾഡൻ കളർ ആവണ വരെ വറുക്കണം. ഇപ്പോൾ നല്ല വറവായിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം മസാലപ്പൊടികൾ ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ചൂട് കൂടിയ ഈ പൊടികളൊക്കെ കരിയും, അപ്പോൾ കയ്പ്പ് വരും. അതാണ് ഓഫ് ചെയ്തതിന് ശേഷം ഇടുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി ഇത് നല്ലപോലെ ഇളക്കണം. ആ ചൂടിൽ കിടന്ന് ഇതൊന്ന് വറവാവണം. പിന്നെ ഗരം മസാല ഇടണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. പിന്നെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇനി ഈ കറിയിലേക്ക് ഇടാനുള്ള കടച്ചക്ക മുറിച്ചെടുക്കാം. ഈ കടച്ചക്കനെ ചില സ്ഥലങ്ങളിൽ ശീമച്ചക്ക എന്നും പറയും. ഇനി ഇത് തൊലിയെത്തിയതിന് ശേഷം മുറിച്ചെടുക്കാം. ഈ കടച്ചക്ക ചെത്തുമ്പോൾ കടച്ചക്കയുടെ നടുക്കൊരു കൂഞ്ഞൊക്കെ ഉണ്ടാവും. ആ കൂഞ്ഞൊക്കെ മുറിച്ച് കളഞ്ഞാണിത്. പിന്നെ ഈ കടച്ചക്ക മുറിച്ച് അധികം നേരം പുറത്ത് വയ്ക്കരുത്. അത് കളറ് മാറും, ചുവന്ന കളറാവും. വെള്ളത്തിലിട്ടേക്കണം. അരിഞ്ഞിടണതും വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത്രയും 3 കഷ്ണങ്ങളായിട്ട് വേണം അരിയാനായിട്ട്. ഇതൊന്ന് നീളത്തിൽ മുറിച്ചതിന് ശേഷം ചെറുതാക്കി അരിയാം. കടച്ചക്ക കറി വയ്ക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല മൂത്ത കടച്ചക്ക എടുക്കണം. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറി വെച്ചാൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം ഇത് വെക്കാനുള്ള ചട്ടിയിലേക്ക് വാരിയിടാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്മീനും കൂടി നന്നാക്കി ഇടണം. ഒരു 200 ഗ്രാം ചെമ്മീനൊക്കെ ഇടാം. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ചെമ്മീൻ അത്ര അധികം ഇടേണ്ട ആവശ്യമില്ല. ചെമ്മീൻ കൂടിയാൽ ചെമ്മീൻ്റെ ടേസ്റ്റാണ് അധികം നിൽക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുള്ളി നന്നാക്കിയത് ഇടാം. ഉള്ളിക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ ഒന്ന് നടുമുറിച്ചിടാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിടാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളം കൂടി പോരായിക്കുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. വെള്ളം കുറവായത് വെന്ത് വരുമ്പോൾ വല്ലാണ്ട് കുറുകിയിരിക്കും. ഇതിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ പാകത്തിന് ഉപ്പിടണം. വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ച് കത്തിക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഇത് തീ കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. മൂടി സ്വല്പം ഒന്ന് തുറന്ന് വെക്കണം, അല്ലെങ്കിൽ തിളച്ച് പുറത്തേക്ക് പോകും. ഇപ്പം ഇത് അടുപ്പത്ത് വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് നോക്കാം. മൂടി തുറന്നപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. കടച്ചക്കയൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി പാകത്തിനായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞതിടാം. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പിലയിലത്തെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അത് ഈ കറിയിലേക്ക് ഒഴിക്കാം.
കാച്ചി ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റ് മൂടി വയ്ക്കണം. അതിന് ശേഷം തുറന്ന് പകർത്തി ഉപയോഗിക്കാം.